ഈ മനുഷ്യശേഷിയുടെ പരിമിതികളെ സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ കൊണ്ട് മറികടക്കുന്നതിന്റെ മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാവുകയാണ് ദുബായ് സിവിൽ ഡിഫൻസിലെ റോബോട്ടിക് വിഭാഗം. തീപിടുത്ത അപകടങ്ങളിൽ അഗ്നിസേനാ സേനകൾക്കൊപ്പം ചേർന്ന ഈ റോബോട്ടിക് സേന വളരെ സുരക്ഷിതവും കാര്യക്ഷമവും സമയബന്ധിതവുമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകും. ആ ഒരു റിപ്പോർട്ട് കാണാം. ഇനി മുതൽ ദുബായ് നഗരത്തിലെ ഏതൊരു അപകടസ്ഥലത്തേക്കും പാഞ്ഞെത്താൻ പോലീസിനും അഗ്നിസേനാംഗങ്ങൾക്കുമൊപ്പം ഒരു കൂട്ടം റോബോട്ടുകളും ഉണ്ടാകും. ദുബായ് സിവിൽ ഡിഫൻസിന്റെ റോബോട്ടിക് അഗ്നിസേനാ വിഭാഗമായ ഇവർ മനുഷ്യന് എത്തിപ്പെടാനാകാത്ത ഉയരങ്ങളിലും ഇടുങ്ങിയ സ്ഥലങ്ങളിലും അനായാസം സഞ്ചരിക്കും. മിനിറ്റിൽ 2400 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനും 60 മീറ്റർ ദൂരത്തേക്ക് വരെ വെള്ളം ചീറ്റാനും ഇവർക്ക് സാധിക്കും. വിഷവാതകങ്ങളും വാതക ചോർച്ചയും കണ്ടെത്താനുള്ള സെൻസറുകളും മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെ AI ഫീച്ചറുകളും ഇവയിലുണ്ട്. വിഷവാതകങ്ങൾ, രാസവസ്തുക്കൾ മൂലമുള്ള തീപിടുത്തം, കഠിനമായ ചൂട് എന്നീ സാഹചര്യങ്ങളിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് റോബോട്ടുകളെ നിയന്ത്രിക്കാം. ഉയർന്ന ചൂടിൽ സ്വയം തണുപ്പിക്കാനുള്ള സംവിധാനവും റോബോട്ടുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സർക്കാർ സേവനങ്ങളിൽ റോബോട്ടിക് AI സാങ്കേതിക വിദ്യകളുടെ വിപുലമായ ഉപയോഗം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ റോബോട്ട് ഫയർ ഫൈറ്റർമാരെ ദുബായ് സിവിൽ ഡിഫൻസ് അവതരിപ്പിച്ചത്. 2026 തുടക്കം മുതൽ യഥാർത്ഥ അപകടസ്ഥലങ്ങളിൽ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖലകളിൽ DPR-2 എന്ന പോലീസ് റോബോട്ടുകളെയും വിന്യസിച്ചിരുന്നു ദുബായ് പോലീസ്. ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിയന്തര ഘട്ടങ്ങളിൽ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഇടപെടലുകൾ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.